ഹലോ മക്കൾസ്, ഇറ്റ്സ് മീ അസ്ലം. വെൽക്കം ടു എജുപോർട്ട്. മക്കളെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സിലെ ഒരു മെലാഡോണി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെലാഡോണി കേട്ടിട്ടായിരിക്കും, അത് അതിൻ്റെ തമ്പ് കണ്ടിട്ടായിരിക്കും നിങ്ങൾ വന്നിട്ടുള്ളത് അല്ലേ? ആരാണ് മെലാഡോണിയടാ? ഹൂ ഈസ് മെലാഡോണി? നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം, നമുക്കൊന്ന് പഠിച്ചു നോക്കാം. എൻ്റെ 8ാം ക്ലാസ്സിലെ മക്കളെ, ഇത് എക്സാമിന് വരും, നിങ്ങൾ സെറ്റാക്കി വെച്ചോളി. മെലാഡോണി ആരാന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സെറ്റല്ലേ? എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സിൽ ഒരു 4 സയൻറ്റിസ്റ്റുകളെ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ സയൻറ്റിസ്റ്റുകളുടെ പേര് വെച്ചിട്ടാണ് നമ്മൾ ഈ മെലാഡോണി പറയുന്നത്. ഹൂ ഈസ് മെലാഡോണി? അദ്ദേഹം ഒരു വ്യക്തിയാടാ. അത് ആരാണ് മെലാഡോണി? അതോ 4 ആൾ കൂടിയതാണോ മെലാഡോണി? യെസ്, നമുക്ക് നോക്കാം മക്കളെ. മെലാഡോണി, ഹൂ ഈസ് മെലാഡോണി? മക്കളെ, എം എന്ന് പറയുമ്പോൾ മേ ആരാ മക്കളെ? മെൻഡലീവ്സ്. ആരാ മക്കളെ? മെൻഡലീവ്സ് എന്ന് പറയുമ്പോൾ ആരാണ്? മെൻഡലീഫ് ആണ്. അടുത്ത് ല എന്ന് പറയുമ്പോൾ ആരാ മക്കളെ? ലാവോസിയർ അഥവാ ലാവോസിയ എന്ന് വിളിക്കും അല്ലേ? ഡിഒ എന്ന് പറയുമ്പോൾ ആരാ മക്കളെ? ഡൊബറൈനർ. ആരാണ്? ഡൊബറൈനർ. നീ എന്ന് പറയുമ്പോൾ ആരാടാ? ന്യൂലാൻഡ്സ്. പഠിച്ചില്ലേ? വെറൈറ്റി അല്ലേ? അപ്പോൾ മെലാഡോണി. എന്ന് പറയുമ്പോൾ ആരാടാ? മെൻഡലിയഫ് ആണ്. ല എന്ന് പറയുമ്പോൾ ആരാടാ? ലാവോസിയ ആണ്. ഡൊബറൈനർ DO. ന്യൂലാൻഡ്സ്. പഠിച്ചോ എൻ്റെ മക്കളെ? ഒന്ന് പറഞ്ഞേ, മെലാഡോണി. അപ്പോൾ എക്സാമിന് മെലാഡോണി മറക്കണ്ട. മെൻഡലീവ്സ്, ലാവോസിയ, ഡൊബറൈനർ, ന്യൂലാൻഡ്സ്. സെറ്റല്ലേ മക്കളെ? ഇനി ഇവർ കണ്ടെത്തിയത് ചിലപ്പോൾ എക്സാമിന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡാഷ് ഇട്ടിട്ടോ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് തരും. അപ്പോൾ എൻ്റെ മക്കൾ തെറ്റിക്കരുത്, തെറ്റിച്ച് പോവരുത്. മെൻഡലീഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഹു ഇസ് ദ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് 9ാം ക്ലാസ്സിൽ ആവർത്തിച്ച് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 8ാം ക്ലാസ്സിൽ എൻ്റെ മക്കളെ നിങ്ങൾ ഇപ്പോഴേ അത് പഠിച്ചു. നിങ്ങൾക്ക് ഇനി 9 സിമ്പിളായിരിക്കും. മെൻഡലീഫ് എന്ന് പറയുമ്പോൾ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറയാം. അദ്ദേഹം കൊണ്ടുവന്നത് എന്താടാ? ഹീ ഡിസ്കവേർഡ്. അവരെന്താണ്? ഹീ പ്രപ്പോസ്ഡ്. എന്താണ് മെൻഡലീഫ് പ്രപ്പോസ് ചെയ്തത്? ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ്സ് അപ്പോൺ അറ്റോമിക് മാസ്. അപ്പോൾ അറ്റോമിക് മാസിൻ്റെ ബേസിൽ കൊണ്ടുവന്ന ആളാണടാ മെൻഡലീഫ്. എന്തിൻ്റെ ബേസിലാണ് കൊണ്ടുവന്നത്? അറ്റോമിക് മാസ്. മറക്കല്ലിട്ടോ, അത് എക്സാമിന് നിങ്ങളുടെ മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ ചോദിക്കുന്നൊരു ഭാഗമാണ്. ഇനി എൻ്റെ മക്കളെ, ലാവോസിയ എന്താ കണ്ടെത്തിയത്? അറേഞ്ച്മെൻറ്റ് ചെയ്തു. എന്തിനെ മക്കളെ? മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. അതിന് എന്താ മക്കളെ? എലമെൻസിന് എന്താക്കി തിരിച്ചു? ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും, മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും തിരിച്ചു മാറ്റി. ആര് മക്കളെ? ലാവോസിയ. ഇയാൾ എന്ത് ചെയ്തു? അറേഞ്ച്മെൻറ്റ് ചെയ്തു. ഓക്കെ. ഇനി ഡൊബറൈനർ എന്താ കണ്ടെത്തിയെന്ന് നോക്കാം. ഡൊബറൈനർ കണ്ടെത്തിയത് എന്താടാ? ട്രയാഡ്സ് ആണ്. എന്താ മക്കൾ? ട്രയാഡ്സ്, ത്രികങ്ങളെന്ന് പറയും. ഓക്കെ, അതൊരു 3 എലമെൻറ്റ്സ് വെച്ചിട്ടുള്ളതാണ്. ലീനക്ക്. അങ്ങനെ ഇതിൻ്റെയും ശരാശരിയാണ് രണ്ടാമത് വരുന്നതെന്നാണ് മൂപ്പര് കൊണ്ടുവന്നത്. ഓക്കെ. ഇനി ന്യൂലാൻഡ്സ് എന്താ കണ്ടെത്തിയതടാ? ന്യൂലാൻഡ്സ് കണ്ടെത്തിയത് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുമ്പോൾ അഷ്ടമ നിയമം എന്ന് പറയും. ഫസ്റ്റ് എലമെന്റ് ദ റിപ്പീറ്റേഷൻ ഓഫ് 80th എലമെന്റ്. സരിഗമപദനിസ. ഫസ്റ്റിലും സ, ലാസ്റ്റിലും സ. ദ ലോ ഓഫ് ഒക്ടേവ്സ്. അപ്പോൾ മക്കളെ, അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും കിട്ടിയല്ലോ. എന്താണ് മക്കളെ? കിട്ടിയല്ലോ. മെലാഡോണി എന്താ കിട്ടിയില്ലേ? മെൻഡലിയഫ്, ഡൊബറൈനർ, ലാവോസിയ, ന്യൂലാൻഡ്സ്. ഇവരുടെ എല്ലാ സയൻറ്റിസ്റ്റുകളുടെയും പേര് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അപ്പോൾ ഇനി നിങ്ങൾ മറക്കൂല, കാരണം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾക്ക് എജുപോർട്ട് തന്നു കഴിഞ്ഞു മെലാഡോണി എന്താണ്. ഇനി എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക, ചാനൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് അടിക്കുക. സെറ്റല്ലേ? See you next class. Thank you.